പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ചന്ദ്രൻ ചെമ്മായത്ത് എന്ന് പറയുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ചന്ദ്രൻ ചെമ്മായത്തിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. കർത്താവിൻ്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഓക്കെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. മൂത്തയാൾ വിവാഹം കഴിഞ്ഞു. ഇളയാള് BTH ഡിപ്ലോമ കഴിഞ്ഞ് എന്നോടുകൂടെ ആയിരിക്കുന്നു. ഞങ്ങൾ കർത്താവിൽ സന്തോഷമായി ജീവിക്കുന്നു. അരോമറ്റിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നാണ് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാർ. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ പഴയകാല ജീവിത രീതിയുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു വേദഭാഗം ഇവിടെ പ്രസ്താവിക്കുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിൽ അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ചില ശരണങ്ങൾ പാടിക്കൊണ്ട് എൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചു. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ഉടമോ കൂജയോ തന്നിശ്ചയം, കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ. കുടമോ പൂജയോ തന്നിശ്ചയം, വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും
വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. ആയി മറന്നാലും മറക്കില്ലെന്നോദിയ ദൈവമൻ കൂടെയുണ്ട്. ആയി മറന്നാലും മറക്കില്ലെന്നോദിയ ദൈവമൻ കൂട്ടിനുണ്ട്. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല, വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തട്ടെ. എനിക്ക് യാരോമ ടി വിയിൽ ഇങ്ങനെ ഒരു അവസരം സാക്ഷ്യത്തിനായി ഒരുക്കി തന്ന എൻ്റെ ആത്മീയ സുഹൃത്തും കൂട്ട് ശുശ്രൂഷകരുമായിരിക്കുന്ന ക്രൈസ്റ്റ് ഫോർ ദി വേൾഡ് എന്ന മിനിസ്ട്രിയുടെ പാസ്റ്റർ ബെന്നി തോമസ് ആണ് എന്നുള്ള കാര്യം മുഖവരിയായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് രോമ ടി വിയുടെ ഡയറക്ടർ പാസ്റ്റർ ഡാനിയൽ ജോൺ ഇന്നേ ദിവസം ഈ സമയം എനിക്ക് സാക്ഷ്യത്തിനായി വേർതിരിപ്പാൻ സമയം നൽകുവാനിടയായി. ഇരു ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം ഇരുവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ചന്ദ്രൻ ചെമ്മായത്ത്. ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശിനടുത്ത് അല്ലെങ്കിൽ അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ഞാനൊരു ഹൈന്ദവ മാർഗത്തിലായിരുന്നുവെന്നും അതിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതെന്നും എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. ഞാൻ 40 വർഷം ഹൈന്ദവ ആചാരപ്രകാരം ജനിച്ച് ജീവിച്ച വ്യക്തിയാണ്. എനിക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, ഒരു സഹോദരനുണ്ട്. അവരെല്ലാം ജാതീയ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്നു. എന്നാൽ ഇന്നേക്ക് 31 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിപ്പാനും ഈ സത്യദൈവത്തെ അറിയുവാനും
എനിക്കിടയായി തീർന്നു. എൻ്റെ ബാല്യകാല ജീവിതമെന്ന് പറയുന്നത്, ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാവും പിതാവും ഒക്കെ കൂലിപ്പണിക്കാരായിരുന്നു. സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു ദുർമന്ത്രവാദിയും ഒരു മദ്യപാനിയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ പിതാവിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഞാൻ ഏതാണ്ട് 12 വർഷം, 12ാമത്തെ വയസ്സിൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിപ്പാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അത് ഞാൻ ജനിച്ചത് ആ രീതിയിലല്ല എങ്കിലും വളർന്ന സാഹചര്യമാണ് എന്നെ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായത്. മന്ത്രവാദത്തിനായി എൻ്റെ വീട്ടിൽ വരുന്ന വ്യക്തികൾ കൊണ്ടുവരുന്ന മദ്യം അച്ഛൻ കുടിക്കുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് എനിക്ക് തരും. ചെറിയൊരു അളവിൽ എനിക്ക് തരും, ഞാനത് കുടിക്കും. അച്ഛൻ ബീഡി വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അദ്ദേഹം അത് കത്തിച്ച് കൊണ്ടുവരുവാൻ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അടുക്കളയിലെ അടുപ്പിൽ നിന്ന് വിറക് കൊള്ളിയെടുത്ത് ബീഡി കത്തിച്ചിട്ട് വലിച്ച് നോക്കുന്ന ഒരു ശീലം എന്നൊരു പുകവലിക്കാരനാക്കി മാറ്റുവാനിടയായി. അത് ദൈനംദിനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. മന്ത്രവാദമെല്ലാം കഴിഞ്ഞ് മദ്യപാനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ വലിയ നിലവിളി ഉയരും. എൻ്റെ മാതാവിനെ മർദ്ദിക്കുന്ന, പിതാവിൻ്റെ മർദ്ദനമേറ്റ് സഹിക്കവയ്യാതെ കരയുന്ന എൻ്റെ അമ്മയെയാണ് ഞാൻ പിന്നീട് കാണുന്നത്. തടുക്കുവാനോ അച്ഛൻ്റെ കൈക്ക് പിടിക്കുവാനെന്നുള്ള ആരോഗ്യമോ കഴിവോ പ്രാപ്തിയോ എനിക്കില്ലാത്തൊരു കാലഘട്ടം. അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 18 വയസ്സ് പ്രായം വരുമ്പോൾ ഞാൻ ആരെയും കൂസാത്ത ഒരു മദ്യപാനിയായി, ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ 7ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. പഠിക്കുവാൻ മിടുക്കനായിരുന്നുവെങ്കിലും പഠിപ്പിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളോടൊത്ത് ജോലിക്കായി ഇറങ്ങേണ്ടതായി വന്നു. ആ തരത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്ക് ഞാൻ അടിമപ്പെടുന്നത്. അത് ഏതാണ്ട് 28 വർഷം ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുവാനിടയായി. ഇതിനിടയ്ക്ക് എൻ്റെ കുടുംബക്കാർ ഈ മദ്യപാനത്തിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കുവാൻ അവർ അമ്പലങ്ങളും പള്ളികളും നേർച്ച വഴിപാടുകൾ നടത്തി അവർ പ്രാർത്ഥിച്ചുവെങ്കിലും എന്നെ അതിൽ നിന്ന് പിന്തിരിക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്കോ ദാനധർമ്മങ്ങൾക്കോ വഴിപാടുകൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയിരിക്കെ വീട്ടുകാർ കൂടി തീരുമാനിച്ചു, ഇവനെ ഒന്ന് വിവാഹം കഴിപ്പിച്ചാൽ ഇവൻ നന്നാകുമെന്നൊരു ചിന്ത അവരുടെ ഉള്ളിലൂടെ എടുത്തു. നിർബന്ധത്താൽ എന്നെ
വിവാഹം കഴിപ്പിച്ചു. 1989 മാർച്ച് 16-ാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം. അത് അവരെന്നെ ഒരു വിവാഹം കഴിപ്പിച്ചാൽ എൻ്റെ ജീവിതം ധന്യമാകും, മദ്യത്തിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടുമെന്ന് ഒരു തീരുമാനം മാതാപിതാക്കൾ എടുത്തു. ബന്ധുപത്രാദികൾ ചേർന്നു, നിർബന്ധത്താൽ എന്നെ വിവാഹം കഴിപ്പിച്ചു. 1989 മാർച്ച് 16-ാം തീയതിയാണ് ഞാൻ വിവാഹിതനായത്. വിവാഹം കഴിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതം 3.5 വർഷമേ നിലനിന്നുള്ളൂ. 3.5 വർഷം കൊണ്ട് 2 മക്കൾ എനിക്കുണ്ടായി. ഈ മക്കളെ സ്നേഹിപ്പാനോ അവർക്കൊരു പിതാവിന്റെ സ്നേഹം കൊടുപ്പാനോ അവരെ പോറ്റി പുലർത്തുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഭാര്യയ്ക്ക് യഥാർത്ഥമായ ഭർത്താവിന്റെ സ്നേഹം കൊടുക്കുവാൻ, അവൾ ആഗ്രഹിച്ചൊന്നും നടത്തി കൊടുക്കുവാൻ കഴിയാത്ത വണ്ണം ഞാൻ അത്രത്തോളം അധപ്പതിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായി. അവൾക്ക് ദിനംതോറും എന്നിൽ നിന്ന് അവൾക്ക് ലഭ്യമായിരുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ മാത്രമായി. 3.5 വർഷത്തിനിടയ്ക്ക് 3 ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി. വിവാഹം കഴിച്ച 14-ാമത്തെ ദിവസത്തിൽ ആദ്യത്തെ ആത്മഹത്യാ ശ്രമം നടത്തി പരാജയപ്പെട്ടു. മൂത്ത കുഞ്ഞ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 2ാമത്തെ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായിത്തീർന്നു, അവിടെയും പരാജയപ്പെട്ടു. 3ാമതും ആത്മഹത്യക്ക് ശ്രമിച്ചു, അവിടെയും പരാജയപ്പെട്ട് ആ നിലവാരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവളെ എന്നെ ഉപേക്ഷിച്ച് പോകുവാൻ തയ്യാറായി. ഉപേക്ഷിച്ച് പോകുവാൻ തയ്യാറായ സാഹചര്യത്തിൽ അവളെന്നെ ഭവനത്തിലേക്ക് തൻ്റെ മക്കളുമായി കടന്നുപോയി. പിന്നീട് ഞാൻ മനുഷ്യനല്ലാതെയായി മാറി. രാവിലെ മുതൽ മദ്യപിക്കുക, കുറ്റകൃത്യങ്ങൾ എൻ്റെ കൂടപ്പിറപ്പായി മാറി. പോലീസ് സ്റ്റേഷനുകളും കോടതികളും മാറി കയറി ഇറങ്ങി. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചു, ഒന്നുകിൽ നാട് വിട്ടു പോകുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. നാട് വിട്ടു പോയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് എനിക്കറിയാം. കാരണം എറണാകുളത്ത് കിട്ടുന്നതിൻ്റെ അപ്പുറം മറ്റുള്ള ജില്ലകളിൽ, മറ്റുള്ള ദേശങ്ങളിൽ, മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അമ്പലങ്ങളും പള്ളികളും മാറി കയറി ഇറങ്ങി, നേർച്ചകൾ നടത്തി, തുലാഭാരങ്ങൾ നടത്തി, കുരുട്ട് നേർച്ച നടത്തി, മലകൾ കയറി. എല്ലാ നേർച്ചകൾ അർപ്പിച്ചിട്ടും 40 വർഷം സേവിച്ച് ആരാധിച്ച ഒരു ദൈവത്തിനും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ നിരീശ്വരവാദിയെ പോലെ ജീവിക്കാൻ തുടങ്ങി. ദൈവമില്ല. പിന്നെ എൻ്റെ മുമ്പിൽ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആത്മഹത്യയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിച്ചു. ഞാൻ വീട്ടിൽ വന്നു. ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴാണ് ഞാനൊരു ശബ്ദം കേൾക്കുന്നത്. ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? സ്തോത്രം. ആ ശബ്ദമാണ് എൻ്റെ കാതുകളിൽ മുഴുകി കേൾപ്പാനിടയാക്കി. അത് 2-3 പ്രാവശ്യം ആ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി. എൻ്റെ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തോടെ ഇരിക്കുക. ആ സമയത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്. ആദ്യമൊക്കെ ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ മരണസമയത്ത് ചില അശരീരികൾ കേൾക്കുമെന്ന് പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണ് എന്ന് ഞാൻ ചിന്തിച്ചു. വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ വീണ്ടും ഈ ശബ്ദം എന്നെ കേൾപ്പിച്ചു. വീണ്ടും ഈ ശബ്ദം എന്നെ കേൾപ്പിച്ചു. അങ്ങനെ ഞാൻ ആത്മഹത്യാ ശ്രമം മാറ്റിവെച്ചിട്ട് ഞാൻ ഈ ശബ്ദത്തിൻ്റെ ഉടമയെ തിരക്കിയുള്ള എൻ്റെ യാത്രയായിരുന്നു
ന്യൂനപക്ഷക്കാരനായ യേശുവിന്റെ സന്നിധിയിൽ എത്തപ്പെടുവാനിടയായത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, യേശുവിനെ കുറിച്ച് അറിഞ്ഞത്. യേശുവാണ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചതെന്നും ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ ഒഴുകപ്പെട്ട രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുമെന്നും അവന്റെ മകനായി എന്നെ അംഗീകരിക്കുമെന്നും എനിക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും എല്ലാം മടക്കി തരുമെന്നും ഞാൻ കേൾപ്പാനിടയായി. ഒരു സുവിശേഷകനിലൂടെയാണ് കേട്ടത്. അപ്പൊ അവർക്ക് എന്നെ ഭയമാണ് എങ്കിലും ഞാൻ അവരുടെ ഉപദേശം കൈക്കൊണ്ടു. 10/3/1993 ബുധനാഴ്ച വൈകിട്ട് എൻ്റെ ഭവനത്തിനകത്തിരുന്നു കൊണ്ട് അപ്പോൾ അതിനു മുൻപ് ഇവരെന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ അറിയില്ല. യേശുവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല. യേശുവിനെ കണ്ടിരിക്കുന്ന പള്ളിയിലും ഫോട്ടോയിലും വിഗ്രഹങ്ങളിലും മാത്രം കണ്ടിരിക്കുന്ന യേശുവാ. അതിനോട് പ്രാർത്ഥിക്കേണ്ട വിധമൊന്നും എനിക്കറിയില്ലെങ്കിലും പള്ളിയിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, നേർച്ച കഴിക്കുന്നു, കൈകൂപ്പി നിന്ന് നമ്മുടെ കാര്യങ്ങൾ പറയാൻ തിരിച്ചു വരുന്നു. പക്ഷേ അതിൽ വിഭിന്നമായിരുന്നു ഈ ഒരു കാര്യം. അവരെന്നോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അവര് 10/3/1993 ബുധനാഴ്ച വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും എന്നോട് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, ഞങ്ങളൊരു പാട്ടിൻ്റെ ഈരടി പാടട്ടെ. ആ സമയത്ത് സഹോദരൻ ചെയ്ത പാവങ്ങളെല്ലാം യേശുവിനോട് ഏറ്റു പറയണം. ഞാൻ പറഞ്ഞു, പരസ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ രഹസ്യമായി പറഞ്ഞാൽ മതി. ഞാനവിടെ മുമ്പ് അവരുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. അവർ ക്രൂശിന്മേൽ എന്ന പാട്ട് ഈണത്തോടെ പാടി. ഞാൻ ആ സമയത്ത് എൻ്റെ പാവങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു. ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ പൊട്ടിക്കരഞ്ഞു. അത് ഏങ്ങലടിച്ച് കരച്ചിൽ നിന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, എൻ്റെ സാമാന്യ ബുദ്ധിയിലുള്ളതൊക്കെ അല്ലെങ്കിൽ എൻ്റെ അറിവിലുള്ളതൊക്കെ ഞാൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ടോർച്ചിന്റെ ഒരു പ്രകാശം, ടോർച്ചിന്റെ വെളിച്ചം പോലെ ഒരു വെളിച്ചം എൻ്റെ ഉച്ചിയിലേക്ക് അടിക്കുന്നതും അതിൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വെളിച്ചം പ്രകാശിച്ചതുമായിട്ട് ഞാൻ ഓർക്കും. എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. ഞാൻ അവരോട് പറഞ്ഞില്ല. ഞാൻ അവരെ ഇരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഞാനൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കാം, നിങ്ങൾ കുടിക്കുക. അവർ കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റ് വിൽസ് കിടപ്പുണ്ട്. ഞാൻ അന്നും വെള്ള ഷർട്ടാണ് ഉപയോഗിക്കുന്നത്, ഇന്നും വെള്ള ഷർട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വിൽസ് എടുത്ത് വന്ന പാസ്റ്ററെ കൊടുത്തിട്ട് നിങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുകയും കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ വലിക്കില്ല. എനിക്കതിശയം. അവർ ചോദിച്ചു എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചത് കളഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. യേശു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്ന് എനിക്ക് ബോധ്യമായി. 28 വർഷക്കാലം ഞാൻ കുടിച്ച് എന്നെ മദ്യത്തിന്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ച പൈശാചിക ശക്തിയെ യേശു എന്നിൽ നിന്ന് അകറ്റിയിട്ട് എന്നെ അവൻ്റെ മകനായി അംഗീകരിച്ചു. പാപങ്ങളെല്ലാം എന്നിൽ നിന്ന് കഴുകി ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയാക്കി ദൈവം എന്നെ തീർത്തു.
2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നു എന്നുള്ള വചനത്തിന്റെ നിവൃത്തിയാണ് നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്ന ഈ ചന്ദ്രൻ എന്ന ഞാൻ. അങ്ങനെ രക്ഷിക്കപ്പെട്ടു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ സഭയിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ സഭയിൽ പോയി. ഒരു ആരാധനയും പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് കർത്തൃമേശ ദിവസമായിരുന്നു. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടി, മക്കളെ തിരിച്ചു കിട്ടി. എനിക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ സന്തോഷവാനായി ജീവിക്കുന്ന കാലത്താണ് അവരെന്നെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നതും ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകും. അവിടെ വെച്ച് അന്ന് കർത്തൃമേശ എന്ന് പറയുന്നൊരു ശുശ്രൂഷ ദൈവസഭയിൽ നടക്കുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കർത്തൃമേശ ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ അപ്പുറത്തിരുന്ന ആൾക്കും ഇപ്പുറത്തിരുന്ന ആൾക്കും കർത്തൃമേശ കൊടുത്ത് എനിക്ക് തന്നില്ല. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നിടത്ത് കൊടുത്തിട്ട് എനിക്ക് തരാതിരുന്നത് എന്താന്ന് ചോദിച്ചു. ഞാൻ ചൂടായി. അപ്പോൾ എല്ലാവരും ആകെ വല്ലാണ്ടായി. ദേവദാസിന്റെ ദാസൻ ശുശ്രൂഷ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സഹോദര, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവൻ നയിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച എൻ്റെ സ്നാനം. അടുത്ത ഞായറാഴ്ച എൻ്റെ സ്നാനം എന്ന് ഞാൻ പറഞ്ഞു. അവർ ഭയന്നുപോയി. മനസാന്തരപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിലും ഈ ഒറ്റ കാര്യത്തിൽ ചൂടായി സഭയ്ക്കകത്ത് വിഷയമുണ്ടാക്കി എന്നെ ഞായറാഴ്ച സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭാര്യയും മടങ്ങി വന്നു. ഭാര്യ മടങ്ങി വന്നത് ഒരു നിത്യ രോഗിണിയായിട്ടാണ്. 2 മക്കളെയും ഒന്നിന് ഇളയിലും ഒന്ന് കയ്യിലും പിടിച്ച് വീട്ടിലേക്ക് വരുന്ന കാഴ്ച അതിഭീകരമായി. 3.5 വർഷം മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട എൻ്റെ ഭാര്യ രോഗിണിയായി മാറി. ആസ്മാരോഗം വന്നു, അത് TB ആയി തീർന്നു. ചുമച്ചുവപ്പൊന്ന് ബ്ലഡായി. അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല, ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇത്ര വലിയ പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ എൻ്റെ ഭാര്യയെ വിടുവിപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഒരു ശബ്ദം ഞാൻ കേട്ടത്, എൻ്റെ കൽപ്പന അനുസരിക്കാമോ? ഞാൻ ചോദിച്ചു, നിന്റെ കൽപ്പന എന്താണ്? വിശ്വാസ സ്നാനം. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാം. അങ്ങനെ ആ സ്നാനക്കടവിൽ വെച്ച് നിന്റെ ഭാര്യയെ ഞാൻ സൗഖ്യമാക്കുമെന്ന് യേശുവിനോട് പറഞ്ഞു. ഇതൊന്നും ഞാൻ സഭയെ പ്രസ്താവിച്ചില്ല. കർത്തൃമേശ അതിനൊരു മുഖാന്തരം ഒരുക്കി. എന്തായാലും പിറ്റേ ഞായറാഴ്ച ഞാൻ സ്നാനത്തിനായി ഒരുങ്ങി. ഞാനും ഭാര്യയും സ്നാനത്തിന് വേണ്ടി സഭയിൽ ചെന്നു. എൻ്റെ ഉപദേശങ്ങളൊക്കെ എനിക്ക് നൽകി. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പേട്ട എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്. ആ പുഴയിൽ 27/6/93 ഞാൻ സ്നാനപ്പെട്ടു. ആദ്യം ഞാൻ ഭാര്യയെ വെള്ളത്തിലേക്കാക്കി. ദൈവം എന്നോട് പറഞ്ഞ കാര്യം എനിക്കല്ലാതെ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. അവൾ വെള്ളത്തിൽ സ്നാനാർത്ഥി അവളെ സ്നാനപ്പെടുത്തി എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ എൻ്റെ കർത്താവ് വാക്ക് പാലിച്ചു. അവളുടെ മാരകമായ രോഗത്തെ കർത്താവ് ആ വെള്ളത്തിൽ വെച്ച് സൗഖ്യമാണ്. അപ്പോഴും ആസ്മ രോഗമില്ല, TB രോഗമില്ല, ചുമച്ചു തുപ്പൊന്നൊന്നും ബ്ലഡ് അല്ല. കർത്താവ് പൂർണ്ണ സൗഖ്യം എൻ്റെ ഭാര്യയ്ക്ക്. പുറകെ ഞാൻ സ്നാനപ്പെട്ടു. ദൈവസഭയിൽ ചേർന്ന് ഞാൻ സഭയിൽ വന്നു, കൂട്ടായ്മയിൽ സംബന്ധിച്ചു. 27/6/94 ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു.
പിന്നീട് എൻ്റെ പാസ്റ്ററോട് കൂടെ ഞാനിങ്ങനെ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ കൊണ്ടുപോകും. പല വീടുകളിൽ സുവിശേഷം പറയും, ഞാൻ കേട്ടിരിക്കും. പ്രാർത്ഥിക്കാൻ നേരത്തെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ പല രോഗികൾക്ക് സൗഖ്യമാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കൃപ വേണം. 21 ദിവസം ഉപവസിച്ചു, കൃപയ്ക്ക് വേണ്ടി ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞു, ഒരു ദൈവശബ്ദവും കേട്ടില്ല. ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഞായറാഴ്ച ആരാധനയിൽ പോലും ഒരു ശബ്ദം, ഒരു വചനം എന്നോട് ഇടപെട്ടില്ല. ഞാൻ വളരെ ദുഃഖാതനായി പോരുന്ന സമയത്ത് ഞാൻ റബ്ബർ തോട്ടത്തിൻ്റെ അടുക്കിലൂടെയാണ് നടന്നു വരുന്നത്. ഞാൻ ഈ തോട്ടത്തിലേക്ക് നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ആ തോട്ടത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ തോട്ടത്തിലേക്ക് നോക്കി. ആ ചിരട്ടയിൽ വീണെടുക്കുന്ന പാലിലേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ നിറഞ്ഞു കവിഞ്ഞ ഒരു ചിരട്ടയിൽ നോക്കി കർത്താവ് എന്നോട് പറഞ്ഞു, ആ ചെരിഞ്ഞിരിക്കുന്ന അടുത്തിരിക്കുന്ന ചിരട്ടയിൽ നോക്കാൻ പറഞ്ഞു. ഒരു പകുതി ഭാഗം മാത്രമേ അത് നിറഞ്ഞിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ കൃപയാൽ നിറച്ചാൽ ലോകം നിന്നെ അംഗീകരിക്കില്ല. നീ എൻ്റെ വചനം പഠിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ്, 72 ഞാൻ പഠിത്തം നിർത്തിയത്. 96 ദൈവം പറയുന്നത് എന്നോട് വചനം പഠിക്കും. ഞാൻ പറഞ്ഞു, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഞാൻ അവരെ ആരും നോക്കും. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഭാര്യയെ തന്ന് ഞാനാണ്, മക്കളെ തന്ന് ഞാനാണ്, നീ പോയി എൻ്റെ വചനം പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ മണക്കാല ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ ദാസൻ പോയി കാണുകയും കോച്ച് സാറിനെ പോയി കണ്ടു. കോച്ച് സാർ പറഞ്ഞു, പഠിച്ചോ, എനിക്ക് സന്തോഷം, ഇവിടെ വന്ന് പഠിക്കാം, നിന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് അഡ്മിഷൻ വാങ്ങിച്ച് മടങ്ങി വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോച്ച് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്രൻ സഹോദര, ഇവിടെ വരണ്ട, ആലുവായിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ഡൂലോസ് തിയോളജിക്കൽ സെമിനാരി, അവിടെ BTH തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം. അങ്ങനെ ഞാൻ ആലുവ ഡൂലോസ് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്നു. ഡേ സ്കോളറായിട്ടാണ് പഠിച്ചത്. 96 ചേർന്നു. 98 ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ഇടുക്കിയുടെ പ്രദേശങ്ങളിൽ സുവിശേഷ വേലയുമായി. അതിൻ്റെ 6 വർഷക്കാലം ഇടുക്കിയിൽ ഞാൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ എറണാകുളത്തേക്ക് വന്നു. ഒരു 6 വർഷം ഇവിടെ ശുശ്രൂഷിച്ചു. പിന്നീട് കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 6 വർഷം ശുശ്രൂഷിച്ചു. ഇതിനിടയിൽ വടക്കേന്ത്യയുടെ അനേക സംസ്ഥാനങ്ങളിൽ കടന്നു പോകുവാനും ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. രാജസ്ഥാൻ ചമ്പലിൽ കടന്നുപോയി അവിടെ എന്നെ സാക്ഷീകരിപ്പാൻ എന്നെ സഹായിച്ചു ദൈവം. UP ബറേലി അവിടെ കടന്നുപോയി സാക്ഷ്യം പറയാൻ അവിടെ ഒരു സഭയുണ്ട്. ഗുജറാത്ത് അഹമ്മദാബാദ് കർത്താവിനെ അയച്ചു, അവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞു. മഹാരാഷ്ട്ര ജാലന, അവിടെയാണ് ഏറ്റവും വലിയ ദൈവപ്രവൃത്തി ചെന്ന് നടന്ന സ്ഥലം, എന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ച സ്ഥലം. എല്ലാ വർഷങ്ങളിലും ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കൽ ഞാൻ പോവാറുണ്ട്. ഈ കഴിഞ്ഞ തവണയും പോയിരുന്നു. അവിടെ നടന്നൊരു അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ അനുഭവ സാക്ഷി ഞാൻ അവിടെ പങ്കിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ എന്നെ ഞാനാക്കിയ ഈ യേശുവിനെ ആർക്ക് വേണം എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ എൻ്റെ മുമ്പിൽ വന്നു. സ്നാനപ്പെടുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അവരെല്ലാവരും സ്നാനപ്പെടുവാൻ കൈപൊക്കി. അവിടെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്, ശിവദാസന്മാർ പോയി പ്രവർത്തിക്കുന്ന മേഖലയാണ്. 100 പേരെ അവിടെ സ്നാനപ്പെടുത്തി. 27 പേരെ ഞാൻ സ്നാനപ്പെടുത്തി, ബാക്കിയുള്ള ദേവദാസന്മാർ സ്നാനപ്പെടുത്തി. ഇന്ന് റാട്ടി ആന്ധ്രപാല എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. ഇപ്പോൾ ശുശ്രൂഷ വേളകളിലൊക്കെ കർത്താവ് എന്നെ ഈ വിധത്തിൽ
പലയിടങ്ങളിൽ അയച്ചു. അവൻ്റെ പ്രവൃത്തി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുക. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബൈബിൾ സെമിനാരി പഠനം കഴിഞ്ഞ് ഇങ്ങനെയെല്ലാം ശുശ്രൂഷ മണ്ഡലത്തിലായെന്ന് ഈ 16 വർഷം ഞാൻ ഷാരോഹോൾ ചർച്ചിന്റെ ശുശ്രൂഷകനായിരുന്നു. അതിനുശേഷമാണ് ചർച്ചകോറിലേക്ക് ഞാൻ മാറുവാനിടയായി. ഇപ്പൊ ചർച്ചക്കൊണ്ട് ശുശ്രൂഷക. ഇതെല്ലാം ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോഴും പൗലോസ് പറഞ്ഞതുപോലെ ഇല്ലായ്മ ജീവിപ്പാനും സമൃദ്ധി ജീവിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇടുക്കിയുടെ മലമടക്കുകളിൽ ശുശ്രൂഷീകരണവുമായി കടന്നു പോകുന്ന ദൈവദാസന്മാർക്ക് അവിടെ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സ്വോത്രകാഴ്ചയും പിടിയേരിയും പൊടിയേരിയും മറ്റ് അവരുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെയാണ് ഞായറാഴ്ച സ്വോത്രകാഴ്ചയായി. അതൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു, എനിക്ക് അനുഗ്രഹമായിരുന്നു. അവിടെയൊന്നും ഞാൻ പിറുപിറുത്തില്ല, അവിടെയൊന്നും ഞാൻ ഭാരപ്പെട്ടുമില്ല. ഇന്ന് എറണാകുളത്ത് പുത്തൻകുരിശിൽ ചർച്ചക്കോട് സഭയുടെ ബന്ധത്തിൽ ഞാൻ ശുശ്രൂഷകനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം എൻ്റെ ജീവിതാനുഭവമാണ്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇളമകൾ പ്രസവിച്ച 8-ാം നാൾ മുതൽ അവൾക്ക് രോഗം ബാധിച്ചു. ആശുപത്രികളൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി. ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, വർഷങ്ങൾ 2 വർഷം ചികിത്സിച്ചു. അലോപ്പതി നോക്കി. എങ്ങും കുഞ്ഞിന്റെ രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല. വിശ്വാസത്തിന് മുമ്പാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പലയിടത്തും കൊണ്ടുപോയി നടക്കാതിരുന്നപ്പോൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി, 4-ാം വേദക്കാരനായ ഒരു മന്ത്രവാദിയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവമാണ്, ഞങ്ങൾക്ക് പിശാചാണ്. അതുകൊണ്ട് 1 വർഷത്തേക്ക് ഞാൻ കുഞ്ഞിന്റെ രോഗത്തെ മാറ്റിത്തരാം. അത് കഴിയുമ്പോൾ രോഗം കുഞ്ഞിന് വരും. അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്ക് സ്വർഗത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയില്ല. സ്വർഗത്തിലാണല്ലോ ദൈവങ്ങളെല്ലാം വസിക്കുന്നത് എന്നുള്ള ബോധ്യമാണല്ലോ നമ്മൾക്കുള്ളത്. അങ്ങനെ 1 വർഷക്കാലം കുഞ്ഞിന് അസുഖം വന്നില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വീണ്ടും അസുഖം വന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, കോട്ടയത്ത് ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടു ചെന്നാൽ അവർ പ്രാർത്ഥിക്കും, കുഞ്ഞിന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയത്ത് മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാസ്റ്റർ പി കെ മാത്യു, മുക്കാലി രാജു എന്ന് പറയുന്ന ദൈവദാസന്റെ സഭയിൽ ചെല്ലുകയും അവിടെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി വെച്ചു. അവൾ BTech ഡിപ്ലോമ കഴിഞ്ഞ് എന്നോട് കൂടെ സുവിശേഷ വേലയിലായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. 1, എൻ്റെ ഭാര്യയുടെ അസുഖം, 2, എൻ്റെ മകളുടെ അസുഖം. എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ 152 രൂപ ബാങ്കിലുണ്ട്. 152 ബാങ്കിലുള്ളപ്പോഴാണ് ഞാൻ വിവാഹം നിശ്ചയിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞത്, കർത്താവ് എന്തെങ്കിലും തന്നാൽ നിങ്ങൾക്ക് തരാം, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മകളെ കെട്ടിച്ചു തന്നാൽ മതി, ഒന്നും വേണ്ട. പക്ഷെ അവർ ചോദിച്ചതിനപ്പുറം കൊടുക്കുവാൻ ദൈവം എൻ്റെ കരത്തിൽ തന്നു. ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തു. അവൾ സന്തോഷപൂർവ്വം ഒരു കുടുംബജീവൻ നയിക്കുന്നു. പുനലൂരാണ് അവൾ വിവാഹം കഴിച്ചയച്ചത്. അവർ കുടുംബമായി അവിടെ താമസിക്കുന്നൊരു കുഞ്ഞ് അവർക്കുണ്ട്. അവരുമായി അവർ താമസിച്ചു. ഇത് കൂടാതെ ഒരു അത്ഭുതം കൂടി ഞാൻ പറയാം. ഈ 2 വർഷത്തിനപ്പുറം, ഏതാണ്ട് 3 വർഷത്തോളം എടുക്കുന്നു, എൻ്റെ കാലിന് വേദന വന്നു.
ഞാൻ കുഴമ്പകളൊക്കെ ഉപയോഗിച്ചുവെങ്കിൽ മാറിയില്ല. ഇവിടെ അടുത്തുള്ള ഒരു വലിയ ആശുപത്രിയിൽ ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അവർ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്തു. എൻ്റെ കാലിന് 2 ബ്ലോക്കുണ്ട്. അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ഞാൻ പറഞ്ഞു അതിന് എന്താകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 ലക്ഷം രൂപ വരും. സ്റ്റണ്ട് വേണ്ട എങ്കിൽ 1 ലക്ഷം രൂപ, സ്റ്റണ്ട് ഇടേണ്ട വന്നാൽ 1.5 ലക്ഷം രൂപ, അങ്ങനെ 3 ലക്ഷം രൂപ വേണ്ടി വരും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു പതിയെ വന്നാൽ മതി, കാശൊക്കെ ഉണ്ടായിട്ട് വന്നാൽ മതി, ഇതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആശുപത്രിയുടെ തൊട്ടപ്പുറത്തൊരു ആശുപത്രി ഉണ്ട്, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ. ഞാൻ അവിടെ ചെന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഡേറ്റ് തന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ. അവിടെ പൈസ കൊടുക്കണ്ട. കാരണം എനിക്ക് ചികിത്സ അവിടെ 5 ലക്ഷം രൂപയുടെ ചികിത്സയ്ക്കുള്ള കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പൈസ കൊടുക്കണ്ട. ഞാൻ അവിടെ ചെന്ന് അഡ്മിറ്റായി. അവരെന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി കിടത്തി. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിങ്ങളുടെ ഹാർട്ട് ഒന്ന് നോക്കട്ടെ, ഹാർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അറ്റാക്ക് വന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഹാർട്ട് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെൻ്റെ ഹാർട്ട് നോക്കി. ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം എടുത്തപ്പോൾ ഡോക്ടർ അമ്പരന്ന് പോയി, 5 ബ്ലോക്ക് ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നേരെ ബൈപ്പാസ് സർജറി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാം. അവിടെ നേരെ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഡോക്ടർമാർ പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 4 മാസം കഴിഞ്ഞ് ഇപ്പോൾ കഴിക്കുന്ന മരുന്നെല്ലാം കഴിച്ചിട്ട് 4 മാസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു അദ്ദേഹം 4 മാസമേ ജീവിച്ചിരിക്കും. അവിടെ ഞാൻ വന്നു, മരുന്ന് കഴിച്ച് അങ്ങനെ തുടരുമ്പോൾ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് കോലഞ്ചേരി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട്, കോലഞ്ചേരി മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ ഞാൻ ഡോക്ടറെ കാണുക ഒരു ദിവസം ഞാൻ ബുക്ക് ചെയ്തു. അങ്ങനെ ഡോക്ടറെ കണ്ടു. അവർ എന്നെ പരിശോധിച്ചു. അവരും പറഞ്ഞു ബൈപ്പാസ് ചെയ്യാൻ കഴിയില്ല, ഈ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു. അവിടെ ഞാൻ അവരുടെ വാദങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ 100 കണക്കിന് 1000 പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ നിങ്ങൾ മരിച്ചു പോകും. ഹിസ്കിയാവിനോട് പറഞ്ഞ പോലെ ആ ദൂത എന്നോട് പറഞ്ഞു നിങ്ങൾ മരിച്ചു പോകും, നിങ്ങളുടെ ഗ്രഹകാര്യം ക്രമീകരിച്ചോളൂ. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വീടില്ല, സ്ഥലമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, എനിക്ക് ഭാര്യയും 2 മക്കളും ഒരു കൊച്ചുമോളും ഉണ്ട്, എന്ത് ക്രമീകരിക്കാനാ കർത്താവ് എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക്, അയ്യോ യഹോവേ, വിശ്വസ്തയോടെ ഹൃദയ പരമാർത്ഥം കൂടെ നിന്റെ മുമ്പാകെ നടന്ന് അങ്ങേക്ക് പ്രസാദമായുള്ളതൊക്കെ ചെയ്യണമേ എന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എറണാകുളത്തുള്ള മറ്റൊരു ആശുപത്രി ഹാർട്ട് മാറ്റി വയ്ക്കുന്ന ജോസ് ചാക്കോ പെരിയപ്പുറം എന്ന ഡോക്ടർക്ക് ഞാൻ അപ്പോയിൻ്റ് എടുത്തു. അദ്ദേഹം എന്നെ ചെല്ലാൻ പറഞ്ഞ ഡേറ്റ് വന്ന് ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം എന്നെ പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാനുണ്ട്, എൻ്റെ സഹോദരനുണ്ട്, ഭാര്യയുണ്ട്. അവർ പറഞ്ഞു എന്താ ജോലി? ഞാൻ പറഞ്ഞു ഞാൻ പാസ്റ്ററാണ്. ഓക്കെ, നിങ്ങൾക്ക് നിലവിൽ 5 ബ്ലോക്ക് ഉണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ 5 ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഡെഡായിപ്പോയി. പക്ഷേ ആ ഡെഡായി പോയ ഭാഗത്ത് ഈ 2 വെയിൻ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് ഈ 2 വെയിൻ വന്നിട്ട് 10 വെയിൻ വന്നിട്ട് ഹാർട്ടിന്റെ പ്രവർത്തനം ഏറ്റെടുത്തു. ഇനി നിങ്ങൾക്കൊരു ബൈപ്പാസിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആ രോഗത്തിനൊരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക. എന്തെങ്കിലും ഭാവിയിൽ വിഷയം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ ഞാൻ പറഞ്ഞത് ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെന്നും എനിക്ക് യാതൊരു ഹാർട്ട് സംബന്ധമായ യാതൊരു വിഷയവും എനിക്കിന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ പേരിലൊരു ആശുപത്രിയിൽ പോകുവാനോ മരുന്ന് കഴിപ്പാനോ ഇടയായി തീർന്നിട്ടില്ല.
ദൈവത്തിന് സൗഖ്യമാണ്. സ്വത്രം. ഇങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കണക്ക് മാത്രമേ പറയുവാനുള്ളൂ എന്നുള്ള സത്യം. അതിപ്രധാനപ്പെട്ട ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് പറഞ്ഞിട്ട് ആവശ്യമില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാക്ഷ്യമായി ഈ പ്ലാറ്റ്ഫോമിൽ പറയുവാനിടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 40 വർഷം 28 വർഷം ഞാൻ മദ്യപാനിയായി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി ജീവിച്ച ജീവിതത്തിൽ നിന്ന് വിടുവിച്ചു. 40ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നത്. ആ 40 വർഷം ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും എന്നിൽ നിന്ന് പോക്കിയിട്ട് അവൻ്റെ മകനായി, അവൻ്റെ ശുശ്രൂഷക്കാരനെ എന്നെ അംഗീകരിച്ച് ഈ നിലവാരത്തിൽ ദൈവം എന്നെ ഇന്നോളം കൊണ്ടുവന്നു. എനിക്ക് ഏറ്റവും യേശുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭ്യമായത് ഇതൊന്നുമല്ല. രോഗസൗഖ്യം എനിക്ക് ലഭിച്ചു, ശരിയാണ്. പാവം ക്ഷമിച്ചു കിട്ടി, ശരിയാണ്. മദ്യപാനത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു, ശരിയാണ്. പക്ഷെ അതിലപ്പുറമായിട്ട് എൻ്റെ മരണത്തിനപ്പുറം ഒരു ജീവിതം യേശു എനിക്ക് തന്നു. എൻ്റെ മരണത്തിനപ്പുറം ഒരു ജീവിതം, ഒരു നിത്യജീവന്റെ അവകാശിയാക്കി ദൈവനെ തീർത്തു. ജാതീയനായിരുന്ന കാലത്ത് എൻ്റെ പിതാവ് മരിച്ചു, എൻ്റെ മാതാവ് മരിച്ച കാലഘട്ടങ്ങളിലൊക്കെ കർമ്മങ്ങളും ആചാരങ്ങളും ബലികളും പിന്നെ ആണ്ടുബലികളും എല്ലാം നടത്തി മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ പോലെ എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കും ഒരു നാളും മരണം കാണുകയില്ല എന്ന ആ ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തി യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭ്യമായതാണ്. കർത്താവിലുള്ള വിശ്വാസത്താൽ എനിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. സ്വതന്ത്രം. അതാണ് യേശുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭ്യമായത്. അതിപ്രധാനമായത് എന്ന് പറയുവാൻ ഒരൊറ്റ കാര്യമാണ്. മറ്റെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് യേശു പൂർണ്ണമായി നീക്കി അത്ഭുത സൗഖ്യങ്ങൾ തന്നു, എല്ലാം എനിക്ക് തന്നു. പക്ഷേ മരണത്തിനപ്പുറം ഒരു ജീവിതം, അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭിച്ചതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. യാതൊരു യോഗ്യതയില്ലാതിരുന്ന തന്നെ അല്ല, വചനം പറയുന്ന പോലെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമാനെ തിരഞ്ഞെടുത്ത, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമാനെ തിരഞ്ഞെടുത്ത, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ കുലഹീനവും നികഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്ത ആ അവസ്ഥയിലായിരിക്കും എന്നെ തിരഞ്ഞെടുപ്പാൻ യേശുവിന് ഇഷ്ടം തോന്നുവാനിടയായിട്ട്. ഞാൻ പാർക്കുന്ന ഈ ദേശത്ത് എൻ്റെ അയൽവക്ക ഭവനങ്ങളിൽ അഡ്വക്കേറ്റുമാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അങ്ങനെ വിദ്യാസമ്പന്നരായിട്ടുള്ള കുലശ്രേഷ്ഠതയുള്ളവരുണ്ട്, കുലമഹിമകൾ പറയുവാനുള്ളവരുണ്ട്. ഇവരെല്ലാത്തിൻ്റെ നടുവിലാണ് 7ാം ക്ലാസ്സുകാരനായ എന്നെ ദൈവം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ മഹത്വം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പറയപ്പെട്ട ഇടങ്ങളിലെല്ലാം അയച്ച് അത്ഭുതങ്ങളും അടയാളങ്ങൾ വീര്യപ്രവൃത്തിയിൽ ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. സ്വതന്ത്രം. എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഈ ഇടത്തെ കണ്ണിൻ്റെ ഓപ്പറേഷൻ വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി. അമൃതാനന്ദമയി ഹോസ്പിറ്റലാണ് സർജറി നടന്നത്. ഞാൻ കിടന്ന ബെഡിൻ്റെ തൊട്ടപ്പുറത്തെ ബെഡിൽ പാലക്കാടുകാരനൊരു ഹൈന്ദവനായ ഒരു സഹോദരൻ കിടപ്പുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ക്യാൻസർ രോഗിയാണെന്ന് ഞാൻ വിചാരിച്ചു.
പക്ഷേ അദ്ദേഹം ക്യാൻസർ രോഗിയല്ലായിരുന്നു. അദ്ദേഹം മദ്യപിച്ച് 2 കരളും നഷ്ടപ്പെട്ടു. 4 ലിറ്റർ ഫ്ലൂയിഡ് ഇങ്ങനെ കുത്തിയെടുക്കും. വയറിങ്ങനെ വീർത്ത് ഭയങ്കര വീർത്തിരിക്കുന്ന വയർ, കറുത്ത മനുഷ്യൻ, കരി പോലെ ഇരിക്കും. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊന്ന് പോകാമെന്ന് പ്രാർത്ഥിക്കുക. വേണ്ട, ഇപ്പം പോകണ്ട, നാളെ പോകാം. അങ്ങനെ അവൾ ആ സഹോദരൻ്റെ സഹോദരിയുമായിട്ടൊന്ന് കണ്ട് സംസാരിച്ചു, ആ ഒരവസ്ഥകളെല്ലാം പറഞ്ഞു. രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, എൻ്റെ ജോലി അതാണല്ലോ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സംസാരിക്കാൻ പറ്റില്ല, വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. ഒരു വലിയ കുടം കമത്തി വെച്ചിരിക്കുന്ന വയറിയിരിക്കുന്നത്, തുണിയൊന്നും ഇടാൻ പാടില്ല ശരീരത്തിൽ. തുണി ഒരു ചെറിയ തുണി നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ദിവസം ഡിസ്ചാർജായി, അദ്ദേഹം ഡിസ്ചാർജായി. 2.5 മാസം ആശുപത്രിയിൽ കിടന്നിരുന്ന ആളെ ഡിസ്ചാർജാക്കി അവർ നാട്ടിൽ കൊണ്ടുപോയി. ദൈവം അദ്ദേഹത്തിന് സൗഖ്യം, അദ്ദേഹത്തെ കർത്താവ് സൗഖ്യമാണ്. എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പാലക്കാടാണ്, നായർ കുടുംബത്തിൽ ജനിച്ച ആളാണ്. യേശുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ഒരു ഭവനങ്ങൾക്കും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളവർക്ക് വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ഞാൻ പറഞ്ഞത്, ദൈവം ഇന്നും ജീവിക്കുന്നു, കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ്റെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീരപ്രവൃത്തികളോ നിന്നു പോയിട്ടില്ല. ഇന്നും അവനിൽ വിശ്വസിക്കുന്നവന് രോഗസൗഖ്യമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കുന്നതിന് ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവൻ ലഭ്യമാക്കുവാനിടയായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞു, ഈ അനുഭവ സാക്ഷ്യം എന്നെ പരിചയപ്പെടുത്തിയ ബെന്നി തോമസ് എന്ന് പറയുന്ന പാസ്റ്റർ സഭയിൽ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു. ഞാനവിടെ പോയി എൻ്റെ സാക്ഷ്യം അവരോട് പറഞ്ഞത് കേട്ടാണ് യാരോമേ TV-യിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിത്തത്. ഞാൻ വേറെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദൈവം എന്നേക്കിലൂടെ ചെയ്ത പ്രവൃത്തികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊന്നും പെരുപ്പിച്ചോ കൂട്ടിച്ചേർത്തൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ മനസ്സാക്ഷി മുൻനിർത്തി കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതും കർത്താവ് എന്നെ നടത്തുന്ന വിധികളും ഇപ്പോഴും ദൈവം എന്നെ ഓരോ ദിവസം നടത്തുന്ന അനുഭവങ്ങളുമാണ് ഞാൻ പങ്കുവച്ചത്. അല്ല, ചോദിച്ചിട്ടുണ്ട്, വിദേശത്ത് പോയിട്ടുണ്ടോ? ഞാനില്ല. വിദേശത്ത് പോവാൻ ചാൻസ് ഉണ്ടായി. 3 പ്രാവശ്യം എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. 3 പ്രാവശ്യവും ആദ്യം ഞാൻ പോയി, എനിക്ക് വിസ ലഭിച്ചില്ല. 2ാമത്തെ ദിവസം ഞാനും ഭാര്യയുമാണ് പോകുന്നത്. ഞങ്ങൾ 2 പേരും പോയി, ഞങ്ങൾക്ക് വിസ തന്നില്ല. 3ാം പ്രാവശ്യം ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് വിസ തന്നില്ല. അത് എൻ്റെ കുഴപ്പം കൊണ്ടോ അവരുടെ പേപ്പറിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നെയല്ല, അന്നത്തെ ഞാൻ പോയ ദിവസങ്ങളിൽ പോയ ഒരൊറ്റ പാസ്റ്റേഴ്സിന് ഒരു വിസ അനുവദിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഒന്ന് വിഷമം, ഒന്ന് സങ്കടം, ഒന്ന് ദേഷ്യം. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വിസ അനുവദിക്കുക? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റേഴ്സ് ഇസ് നോട്ട് അലൗഡ് ഇൻ US. ഒറ്റ പാസ്റ്റേഴ്സിന് ഇവിടെ ഇല്ലാതെ. അങ്ങനെ 3 വർഷം പോയി, വിസ കിട്ടിയില്ല. എനിക്കതിനകത്ത് വലിയ ഭാരമൊന്നുമില്ല. ഞാൻ അമേരിക്ക പോയില്ല എന്ന് വെച്ച് എനിക്ക് ഭാരമൊന്നുമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പൗലോസ് പറഞ്ഞ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള വിചാരത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് എങ്ങനെ പറഞ്ഞു? വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ച് ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞ എൻ്റെ വയസ്സ് ചോദിച്ചു, 71 വയസ്സ്.
71 വയസ്സ് എനിക്ക് പ്രായമുണ്ട്. ഞാൻ ആ പ്രായങ്ങളൊന്നും വകവയ്ക്കുന്നില്ല. കാരണം എനിക്ക് ആരോഗ്യം തന്നു, കായിക ബലം തന്നു, ദൈവത്തിന്റെ കൃപ തന്നു. ഇപ്പോൾ ഞാൻ പരസ്യയോഗങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പരസ്യയോഗങ്ങളും ട്രാക്ട് വിതരണങ്ങളും അത്യാവശ്യം ഭവന സന്ദർശനങ്ങളൊക്കെ നടത്തി ഇപ്പോൾ എൻ്റെ മിനിസ്ട്രി മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ചർച്ചകളുടെ കീഴിലാണ് ഞാനായിരിക്കുന്നതെങ്കിലും എനിക്ക് അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ ഇവാഞ്ചലിസത്തിനാണ് ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. മറ്റ് ദൈവം എന്നെ അയക്കുന്നിടത്തെല്ലാം ഞാൻ പോകും, ഞാൻ ശുശ്രൂഷിക്കും, അത് മറ്റൊരു വശം. പക്ഷേ പൗലോസ് പറഞ്ഞ പോലെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്ത് എനിക്ക് വെച്ച് നീതിയുടെ കിരീടം പ്രാപിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഞാൻ ഓടിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് നഷ്ടങ്ങളല്ല സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവാസന്നമായി എന്നുള്ളത് പ്രവചനാതീതമായിട്ട് കർത്താവ് പ്രസ്താവിച്ചതൊക്കെ ലോകത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് അവനുദ്ദേശിച്ചത്. അതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കിടുവാനും ദൈവം അയക്കുന്നിടത്തെല്ലാം ശുശ്രൂഷ ചെയ്യുവാനും ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം സാവകാശം ഒരുക്കുന്നിടത്തൊക്കെ അവന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടുവാൻ എനിക്ക് മറ്റൊരാഗ്രഹവുമല്ല എനിക്കുള്ളത്. എങ്ങനെയെങ്കിലും ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചു കർത്താവിനോടുകൂടെ ആ മധ്യാകാശത്തിൽ മണിയറവാസത്തിൽ പ്രവേശിക്കണമെന്നുള്ള ഒറ്റ ചിന്തയായിരിക്കും. എൻ്റെ മുമ്പ് വന്നവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചു. വലിയ വീടുകളായി, കാറുകളായി, വലിയ ധനാഢ്യന്മാരൊക്കെ ആയി ജീവിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ചന്ദ്രൻ പാസ് എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു? ഞങ്ങളൊക്കെ കണ്ടോ? ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ തിരിച്ച് വന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് മറുപടി പറയണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, എങ്ങനെയാണ് നീ ദുഷ്ടതയെ ദേഷിച്ച് നീതി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവം നിന്റെ ദൈവം, എൻ്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതിലും വലുതെന്താ ഈ ലോകത്ത്? ഈ ലോകത്തൊന്നുമില്ല വലുതായിട്ട്. ഈ ഒരൊറ്റ കാര്യം ഭർത്താവിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകമാണ് എന്നെ ഇന്ന് വരെ നിലനിർത്തിയിരിക്കുന്ന അഭിഷേകമാണ്. പൗലോസ് പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞുപോയി, ആവർത്തന വരിച്ച തോന്നണ്ട. ഇല്ലായ്മയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഈ 31 വർഷമായി യേശുവിനെ പിൻഗമിപ്പാൻ തുടങ്ങിയാണ്. 31 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്നെ പട്ടിണിക്ക് കിട്ടില്ല. ഒരു ദിവസം പട്ടിണിക്ക് എന്നെ ഇട്ടിട്ട് ഇന്നും സമൃദ്ധി നൽകി നടന്നത്. സ്വത്രം. ഞാൻ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം. എല്ലാ മാസവും 7-ാം തീയതി ഇതിന്റെ വാടക അടയണം. ബാങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മാത്രമേ വാടക വൈകാറുള്ളൂ. ഒരത്ഭുതം ഞാൻ പറയട്ടെ, ഈ 6 വർഷവും ഈ 10,000 രൂപ വെച്ച് കൃത്യമായി 7-ാം തീയതി ബാങ്കിൽ അടയ്ക്കുന്ന എൻ്റെ ഒരു കർത്താവുണ്ട്. എനിക്കൊരു കർത്താവുണ്ട്. ഒരാളുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടിയിട്ടില്ല, ഒരാളുടെ മുമ്പിൽ ഞാൻ കടം വാങ്ങിയിട്ടില്ല, ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല.
ദൈവം എന്നെ സഹായിക്കും. പറഞ്ഞത് ഒരു അത്ഭവമല്ലേ? 12 വർഷക്കാലം എനിക്ക് യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. അതായത് യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. ചർച്ച കോഡിൽ വന്നപ്പോഴാണ് എനിക്കൊരു 4000 സപ്പോർട്ട്. ബാക്കി 16 വർഷം സപ്പോർട്ടില്ലാതെ ജീവിച്ചു. അപ്പോട്ടെ, കർത്താവിനെ നടത്തി. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ 6 വർഷം ഈ ഭവനത്തിനകത്ത് താമസിപ്പാനും ഇതിന്റെ വാടക കൃത്യമായി കൊടുപ്പാനും ഒരു മുടക്കമില്ലാതെ ഈ 6 വർഷവും ഇത് കൃത്യമായി അടയ്ക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുവെങ്കിൽ ഞാൻ ആരോട് കടം ചോദിക്കേണ്ട ആവശ്യമില്ല. ആരുടെ മുമ്പ് കൈ നീട്ടേണ്ട ആവശ്യമില്ല. അവൻ എന്നെ സമർത്ഥ്യായിരുന്നു. എന്നെ പരിചയപ്പെടുത്തിയ പിന്നെ പാസ്റ്റർക്ക് അറിയാം. സ്തോത്രം. ഇങ്ങനെയുള്ളൊരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ 31 വർഷക്കാലം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് അവർ ശുശ്രൂഷകനാക്കി അവൻ അയച്ച നാടുകളിൽ, ദേശങ്ങളിൽ എന്നെ കൊണ്ടുപോയി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ചെയ്യിപ്പിച്ച് വീണ്ടും സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന് ഞാൻ ഈ താമസിക്കുന്ന വീട്ടിൽ 6 വർഷം താമസിപ്പാനും അപ്പോൾ തന്നെ ദേശത്തോടുള്ള ബന്ധത്തിൽ, ഭവനങ്ങളിൽ, പരസ്യയോഗങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിപ്പാനും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന എൻ്റെ കർത്താവ്, ഇന്നും എന്നെ നടത്തുന്ന എൻ്റെ കർത്താവ്, ജീവിതം മുഴുവൻ ഞാൻ അവന് വേണ്ടി സമർപ്പിച്ചു. ഒരിക്കൽ ഞാനൊരു ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചുള്ളൂ, എന്നെ മാത്രം എന്താ അനുഗ്രഹിക്കുക? അദ്ദേഹം എന്നോട് പറഞ്ഞു, ചന്ദ്രമാസേ, അവരെ അനുഗ്രഹിച്ചില്ലെങ്കിൽ അവർ യേശുവിനെ വിട്ടേച്ചും വേറെ വഴിക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവങ്ങളും എൻ്റെ സാക്ഷ്യങ്ങളും ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ചെയ്തൊക്കെ ഞാൻ ഈ പ്ലാറ്റ്ഫോം പ്രസ്താവിക്കാനിടയായി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റേഴ്സ് ആണെങ്കിലും വിശ്വാസികളാണെങ്കിലും ദൈവമക്കൾ ആരായിരുന്നാലും എൻ്റെ ഈ അനുഭവ സാക്ഷ്യം കേട്ട എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അവസരയ്ക്ക് തന്ന കർത്താവിൻ്റെ ദാസനും അരോമ ടിവിക്കുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിൻ്റെ ദാസൻ ചന്ദ്രൻ ചെമ്മയാത്ത്. അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ ലോകപ്രകാരം ഇരുളിൻ്റെ അനുഭവത്തിൽ ജീവിതം തുടർന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയും തിരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം ഈ അവസ്ഥയിലേക്ക് വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷക്കാരനാക്കി, കർത്താവിൻ്റെ മകനാക്കി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ഇടയായി തീർന്നു. അല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്ത് നരകയോഗ്യനായി എന്നേക്കുമായി എല്ലാവരുടെയും സ്മൃതിപഥത്തിൽ മാഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, മായ്ക്കപ്പെട്ട ഒരനുഭവത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ നിന്നും ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, ഇതേ അനുഭവത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അനേകരെ വഴി നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തു.
അതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യം മുതൽ വളരെയേറെ വൈഷമ്യങ്ങൾ നിറഞ്ഞതായ ജീവിതാനുഭവങ്ങൾ, മന്ത്രവാദവും മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കൾക്കുള്ള അടിമയും സമൂഹത്തിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഉപദ്രവകാരിയുമായി മാറിയ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന വചനം, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ കുടുംബമായ ദൈവം മാനിച്ച് വിളിച്ചു വേർതിരിച്ച ആ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്ത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിലൊക്കെ കടന്നു പോയവരുമായ അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷെങ്കിൽ നമ്മളെ കേൾക്കുന്നുണ്ടാവാം. എന്നാൽ ഇന്ന് അവരുടെയൊക്കെ നടുവിൽ ദൈവം തിരഞ്ഞെടുത്ത ചില പ്രിയപ്പെട്ടവർ ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഈ പ്രിയപ്പെട്ടവനെ വിളിച്ചു വേർതിരിച്ച ദൈവമേ, അങ്ങ് എന്നെയും വിടുവിക്കണമേ. എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾക്ക് അടിമയായി തീർന്നു. അതുപോലെ മന്ത്രവാദം, ആഭിചാരം, പാപത്തിൻ്റെതായ വഴികളൊക്കെ തിരഞ്ഞെടുത്ത് ലോകപ്രകാരം ജീവിച്ചു. ഒടുക്കം എങ്ങ് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഇല്ലാതെ ആത്മഹത്യ തിരഞ്ഞെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ഉരുമ്പെട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ കേട്ട ഒരു ശബ്ദമുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ആ ശബ്ദം കേട്ടതുകൊണ്ടാണ്. ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ കേട്ടതായ ശബ്ദമാണ് ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു സാധാരണ ശബ്ദമായിരുന്നില്ല, അതൊരു നിസ്സാര ശബ്ദമായിരുന്നില്ല, അതൊരു മാനുഷിക ശബ്ദമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ അന്ന് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആയാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളെ ഇന്ന് ജീവിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് എന്നെ ദൈവം മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? എന്നെ എന്തിനാണ് ദൈവം മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? തുടർന്നും ഒരു മദ്യപാനിയായിട്ടോ പാപിയായിട്ടോ ജീവിച്ച് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ മരണം വഴിയായ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ അന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പകരം നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ ആവശ്യം, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു നിമിഷം ഒന്ന് പരിശോധിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഹാഗരമാക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ തലകളെ കുനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു, മരണത്തിൽ നിന്ന് വിടുവിച്ചു, അങ്ങൻ്റെ പ്രാണനെ രക്ഷിച്ചു. ഇന്നും അങ്ങനെ ജീവനോടെ നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം എന്താണ് കർത്താവേ എന്ന് ആമേൻ അങ്ങ് എന്നോട് പറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെങ്കിൽ ആത്മഹത്യ ആയിരുന്നു കാണുകയില്ല, ഗുരുതരമായ അപകടങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം, മാരകമായ രോഗങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശത്രുവിൻ്റേതായ ആക്രമണമായിരിക്കാം ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുക. ഇവയിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആകെ ആ ദൈവീയ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് അവർ കൂടിയായി തീരുമാറാകട്ടെ. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ആമേൻ ചുരുക്ക വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹീത സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, അരോമ ടീമിൽ ഇന്ന് ഈ വൈകിയ സമയത്ത് അടിയൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാൻ ഒരവസരം ദൈവത്താൽ ലഭ്യമായതോർത്ത്
ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അടിയൻ പ്രസ്താവിക്കപ്പെട്ട അടിയൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾവിക്കാരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ഇന്നും ജീവിക്കുന്ന കർത്താവിൽ വിശ്വസിച്ചാൽ പാപമോചനമുണ്ടെന്നും രോഗസൗഖ്യമുണ്ടെന്നും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ കഴിയുമെന്നും അതിലുപരി കർത്താവിനാൽ ഒരുക്കപ്പെടുന്ന നിത്യജീവന്റെ അവകാശികളായി തീരാൻ സാധിക്കുമെന്നുള്ള ബോധ്യം കേൾവിക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പ്രാർത്ഥിക്കും. കർത്താവെ, അരോമ ടിവിയുടെ സകല വ്യൂവേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ അനുഭവ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണം. പ്രായിരിക്കുന്നിടത്തൊക്കെ ദൈവപ്രവൃത്തിക്കായി അവർ ഉപയോഗിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കും. വിശേഷാൽ അരോമ ടിവിയുടെ ഡയറക്ടറായിരിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്ററെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു, മിനിസ്ട്രി ഏൽപ്പിക്കുന്നു. കർത്താവെ, തൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിപ്പാൻ, ദൈവകൃപയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഭവത്തിൽ ജീവിപ്പാനൊക്കെയും പരിശുദ്ധാത്മ സഹായിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇടയാകേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കും. വലിയ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും കർത്താവെ നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ കുടുംബത്തെയും അരോമ ടിവിയെയും വ്യൂവേഴ്സിനെയും പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നണമേ നല്ല പിതാവേ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചന്ദ്രൻ ചെമ്മായത്ത്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട അനുഗ്രഹം പ്രാപിക്കുമാറാകട്ടെ. ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com